നമസ്കാരം. പ്രധാന വാർത്തകൾ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കടത്തിയ സംഭവം ഹൈക്കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. PM ശ്രീ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വഴങ്ങരുതെന്നും വി ഡി സതീശൻ. തദ്ദേശ തിരഞ്ഞെടുപ്പ്. മണ്ണാർക്കാട് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട NCP രംഗത്ത്. കാരാകൃഷി, കാഞ്ഞിരപ്പുഴ, തെങ്കര പഞ്ചായത്തുകളിൽ കൂടുതൽ സീറ്റ് വേണമെന്നാണ് ആവശ്യം. മണ്ണാർക്കാട് നഗരസഭയിൽ ജയിക്കുന്ന സീറ്റ് കിട്ടണമെന്നും NCP. മണ്ണാർക്കാട് നഗരസഭ മുൻ കൌൺസിലർ ഷാഹിനയുടെ വോട്ട് CPM ലോക്കൽ സെക്രട്ടറിയും കൌൺസിലറുമായ K മൻസൂർ ഇടപെട്ട് വെട്ടിയെന്ന ആരോപണം. വനിതാ വാർഡിൽ മത്സരിക്കുമെന്ന ഭയം കൊണ്ടാണ് വോട്ട് വെട്ടിയതെന്ന് ഷാഹിനയും ലീഗ് നേതാക്കളും. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ UDF സീറ്റ് വിഭജനത്തിൽ ധാരണയായി. 18 വാർഡുകളുള്ള പഞ്ചായത്തിൽ 10 വാർഡുകളിൽ ലീഗും 6 വാർഡുകളിൽ കോൺഗ്രസും 2 വാർഡുകളിൽ സ്വതന്ത്രരും മത്സരിക്കും. ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കുമെന്നും നേതാക്കൾ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പിയിൽ തുടക്കമായി. ആദ്യ ദിനത്തിൽ ഗണിത, സാമൂഹ്യ ശാസ്ത്രമേളയും IT മേളയും നടന്നു. കരിമ്പുഴ കോട്ടപ്പുറത്ത് ജനൌഷധി സ്റ്റോറിൽ മോഷണം. ബാങ്കിൽ അടയ്ക്കുന്നതിനായി കരുതിവെച്ച കളക്ഷൻ 20,000 രൂപ നഷ്ടപ്പെട്ടതായി ഉടമ. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും നിലവിലെ ബോർഡിനെ ചവിട്ടി പുറത്താക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പട്ടാമ്പി തിരുവേഗപ്പുറയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അയ്യപ്പ വിഗ്രഹം തന്നെ അടിച്ചുമാറ്റുന്ന സ്ഥിതി ഉണ്ടാവുമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം പുറത്താക്കണമെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം, ഡിമാൻഡ്, അതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി ഇന്നലെ നടത്തിയത്. ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്. 2019 വ്യാജ പാളിയുണ്ടാക്കി, ചെമ്പ് പാളിയുണ്ടാക്കി ഒറിജിനലായിട്ടുള്ള ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ കഴിഞ്ഞ ഭരണസമിതി അതിൻ്റെ കുറ്റക്കാരായിട്ട് ഇപ്പോൾ പ്രതിപ്പട്ടികയിൽ വന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് എന്താണ് ബന്ധം എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അവർക്ക് അറിയാമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി വലിയ തട്ടിപ്പാണ് 2019 നടന്നത് എന്ന് അറിയാമായിരുന്നു ഇപ്പോഴത്തെ ഭരണസമിതി. എന്നിട്ടും അവർ വീണ്ടും 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയാണുണ്ടായത്. ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഹൈക്കോടതി പുറത്തുവിട്ടിരിക്കുന്നത്. ജൂലൈ 30-ാം തീയതി തിരുവാഭരണം കമ്മീഷണർ പറയുന്നു, ഇത് പുറത്തു കൊണ്ടുപോകരുത്, മദ്രാസിലെ കമ്പനി വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല. ഓഗസ്റ്റ് 8-ാം തീയതി നേരെ കീഴ്മേൽ മറിയുന്നു ദേവസ്വം കമ്മീഷണർ. കാരണം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്തു വിടണമെന്ന് പറയുന്നു. 21-ാം തീയതി, ഓഗസ്റ്റ് 21-ാം തീയതി തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ദേവസ്വം പ്രസിഡന്റ്, ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് തിരുവാഭരണം കമ്മീഷണറുടെ നടപടിക്കെതിരായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്നുള്ള വാശിയോടുകൂടി കൊണ്ടുപോയത്. ആദ്യം കൊണ്ടുപോയത് വിറ്റു. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ 2025 കൊണ്ടുപോയ ദ്വാരപാലക ശില്പവും വിൽക്കുമായിരുന്നു. 6 കൊല്ലത്തിനുള്ളിൽ 40 വർഷത്തെ വാറണ്ടിയുള്ള സാധനം വീണ്ടും മങ്ങിയെന്നും പറഞ്ഞ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വലിയൊരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ദേവസ്വം നിയമങ്ങൾ മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയത്. വലിയ സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അടിയന്തരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ചവിട്ടി പുറത്താക്കണം. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു. ഫണ്ടുകൾ നൽകാതെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയ കാലഘട്ടമാണ് കടന്നുപോയതെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി.
പിരിവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചത്. ചടങ്ങിലേക്കെത്തിയ അദ്ദേഹത്തെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു. പഞ്ചായത്ത് സ്പോർട്സ് പാർക്ക്, നവീകരിച്ച 17 സ്മാർട്ട് അങ്കണവാടികൾ, പഞ്ചായത്ത് ലൈബ്രറി, വയോജന പാർക്ക്, പൊതുമേഖലാ പരീക്ഷാ പരിശീലന പരിപാടി എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത്. സർക്കാർ കൃത്യമായി ഫണ്ടുകൾ അനുവദിക്കാതെ തദ്ദേശ സ്ഥാപനങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയ കാലഘട്ടമാണ് കടന്നുപോകുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. പ്രതിസന്ധികൾക്കിടയിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകുന്ന പദ്ധതികളാണ് തിരുവേഗപ്പുറയിൽ നടപ്പാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേരളത്തിലെ എല്ലാ പ്രാദേശിക സർക്കാരുകൾക്കുള്ള ഒരു സന്ദേശം കൂടിയാണ്, ഇങ്ങനെയും ഒരു പഞ്ചായത്തിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. പൈസയുടെ ഒക്കെ അറിയാലോ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. കാരണം സർക്കാർ 3 ഗഡുവായിട്ടാണ് പൈസ തരുന്നത്. കഴിഞ്ഞ വർഷം എങ്ങനെയാണ് വന്നത്? ആദ്യത്തെ ഗഡു കിട്ടി, 2ാമത്തെ ഗഡു കിട്ടിയത് ഓഗസ്റ്റിൽ തരേണ്ട കിട്ടിയത് ഡിസംബറിലാണ്. അപ്പോൾ ഭയങ്കര സന്തോഷിച്ചു പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ. പക്ഷെ പിറ്റേ ദിവസം ട്രഷറി നിയന്ത്രണം വന്ന് 5 ലക്ഷം രൂപ കൂടുതൽ മാറാൻ പറ്റില്ല. അപ്പോൾ വിഷമമായി. 3ാമത്തെ ഗഡു തന്നത് മാർച്ച് 23-ാം തീയതിയാണ്. പക്ഷെ മാർച്ച് 22-ാം തീയതി ട്രഷറി അടച്ചു. 23-ാം തീയതി മാറാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാം വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഈ ചിലരുടെ ജാതകത്തിലുണ്ടാവും, ജാതകം തുറക്കുമ്പോൾ തന്നെ രാജയോഗമാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം പിന്നെ രാജാക്കന്മാരെ പോലെ ജീവിക്കുക. ഒരു 3-4 പേജ് മറിച്ച് കഴിയുമ്പോൾ കാണും അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് പഞ്ചായത്തിന്റെയൊക്കെ സ്ഥിതി. പൈസ കൊടുക്കും, പൈസ ഉണ്ട്, കിട്ടി, ലഭ്യശ്രീ യോഗം എന്ന് പറയും. പക്ഷെ പൈസ മാറ്റാൻ പറ്റില്ല. അത്രയും പ്രതിസന്ധികളിലൂടെ അധികാര വികേന്ദ്രീകരണം ഉണ്ടായതിനു ശേഷം കേരളത്തിലെ പ്രാദേശിക സർക്കാരുകൾ ഇത്രമാത്രം ബുദ്ധിമുട്ടിയൊരു നാളുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്രയും വികസന പദ്ധതികൾ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ. വർഗീയത പറഞ്ഞു വരുന്നവരെ പുറത്തു നിർത്താൻ കഴിയണമെന്നും ഡോക്ടർ സരീന്റെ പ്രസ്താവനയ്ക്കെതിരെ പരോക്ഷമായി പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു. എല്ലാ ജാതി മതസ്ഥരായ ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. വലിയൊരു സന്ദേശം കൂടിയാണ്. ഇങ്ങോട്ടാരും മതത്തിന്റെ വിദ്വേഷവും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തമ്മിലടിപ്പിക്കുക ഒരാൾ മനസ്സിലാണ്. ഇതൊരു സെക്യുലർ പഞ്ചായത്താണ്, മതേതര പഞ്ചായത്താണ് തിരുവേഗപ്പുറം. നിങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുക, ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ ആരും ഇങ്ങോട്ട് വരണം. ഏറ്റവും കൂടുതൽ എല്ലാ മതവിഭാഗങ്ങളും തമ്മിൽ നല്ല ബന്ധമുള്ള, അല്ലെ, സഹോദരങ്ങളെ പോലെ സ്നേഹിക്കുന്ന, എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് നടത്തുന്ന ഒരു ഗ്രാമമാണ്. ഒരുപാട് നല്ല മനുഷ്യരുള്ള, ഒരുപാട് പാരമ്പര്യമുള്ള, പൈതൃകമുള്ള നല്ല ഗ്രാമമാണ്. ഇങ്ങോട്ട് ആരെങ്കിലും വിഷം കലക്കാൻ വന്നാൽ ഇതിന്റെ അതിർത്തിക്ക് അപ്പുറത്ത് നിന്നാൽ മതി എന്ന് നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ അസീസ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് കാഞ്ചന രാഗേഷ്, മുൻ MLA CP മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR റഷീദ്, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ M രാധാകൃഷ്ണൻ, MK മുഹമ്മദ് കുട്ടി, ബുഷറ ഇക്ബാൽ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. കരിമ്പുഴ കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ജനൌഷധി സ്റ്റോറിൽ മോഷണം. ഏകദേശം 20,000 രൂപയിൽ അധികം നഷ്ടപ്പെട്ടതായി ഉടമകൾ. കരിമ്പുഴ കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ പ്രവർത്തിക്കുന്ന ജനൌഷധി കേന്ദ്രത്തിലാണ് മോഷണം നടന്നത്. രാവിലെ കെട്ടിടം ഉടമസ്ഥൻ വന്ന് നോക്കിയപ്പോഴാണ് ജനൌഷധി കേന്ദ്രത്തിന്റെ ഷട്ടർ പകുതിയോളം തുറന്നതായി കണ്ടത്. ഉടൻ സ്ഥാപനത്തിന്റെ ഉടമയെ വിവരം അറിയിക്കുകയും ഉടമ വന്ന് പരിശോധിച്ചപ്പോഴാണ് ഏകദേശം 20,000-ലധികം രൂപ നഷ്ടപ്പെട്ടതായി കണ്ടെത്തുകയും ചെയ്തത്. സ്ഥാപനത്തിലെ കളക്ഷൻ ബാങ്കിൽ അടയ്ക്കുന്നതിനായി കരുതി വെച്ചിരുന്നതാണ് നഷ്ടപ്പെട്ടതെന്ന് ഉടമ ബ്രിജേഷ് പറഞ്ഞു. ബിൽഡിംഗ് ഓണർ സാധാരണഗതിയിൽ ഇവിടെ ടാങ്കിൽ വെള്ളം നിറയ്ക്കാനും മറ്റുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്. അപ്പോൾ ബിൽഡിംഗ് ഓണറാണ് ഇത് ആദ്യം കണ്ടത്. അപ്പോൾ ബിൽഡിംഗ് ഓണർ നമ്മുടെ ഫാർമസിസ്റ്റിനെ വിളിച്ചിട്ട് വിവരങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷട്ടർ തുറന്നു കിടക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൗണ്ടറിൽ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ക്യാഷ്, ഏകദേശം 3 ദിവസത്തെ കളക്ഷൻ പൈസ ഉണ്ട്. അതായത് നമ്മുടെ ജനൌഷധിയുടെ ബാങ്ക് അക്കൗണ്ടിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട്, മരുന്നുകളുടെ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കാലത്ത് ബാങ്ക് തുറക്കുമ്പോൾ അടയ്ക്കാൻ വേണ്ടി വെച്ച പൈസയാണ്. ഏകദേശം 20,000 രൂപയോളം നമുക്കതിൽ അതിൻ്റെ പ്രാഥമികമായിട്ട് നമ്മുടെ കവറും നമ്മുടെ ബോക്സും കാര്യങ്ങളും പുറത്ത് വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ 3 ദിവസത്തെ കളക്ഷൻ പൈസ അറൗണ്ട് 20,000 രൂപ പ്ലസ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് ചില്ലറ പൈസയാണ് കോയിനായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് മാറ്റി വെക്കാൻ വെച്ച പൈസയും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രാഥമികമായിട്ട് പോലീസ് വന്ന്
സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫിംഗർ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സംവിധാനം ചെയ്യുന്നുണ്ട്. പിന്നെ മരുന്നുകൾക്കോ മറ്റോ ഷെൽഫുകൾക്കോ ഒന്നും യാതൊരു തരത്തിലുള്ള കേടുപാടുകൾ വരുത്തിയിട്ടില്ല. ക്യാഷ് നമ്മുടെ പോയിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് മേലാറ്റൂർ പഞ്ചായത്തിൽ UDF-ൽ സീറ്റ് വിഭജനത്തിൽ ധാരണയായി. ആകെ 18 വാർഡുകളുള്ള പഞ്ചായത്തിൽ 10 വാർഡുകളിൽ ലീഗും 6 വാർഡുകളിൽ കോൺഗ്രസും 2 സ്വതന്ത്രരും മത്സരിക്കും. മേലാറ്റൂർ പഞ്ചായത്തിൽ UDF നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സീറ്റ് വിഭജനത്തിൽ ധാരണയായത്. ആകെ 18 വാർഡുകളുള്ള പഞ്ചായത്തിൽ 10 വാർഡുകളിൽ ലീഗും 6 വാർഡുകളിൽ കോൺഗ്രസും 2 സ്വതന്ത്രരും മത്സരിക്കുമെന്ന് UDF മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ റഷീദ് മേലാറ്റൂർ പറഞ്ഞു. മേലാറ്റൂർ പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ചർച്ചകൾ അവസാനിപ്പിച്ച് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്ന പ്രക്രിയ തുടങ്ങി. മേലാറ്റൂർ പഞ്ചായത്തിൽ നിലവിലുള്ള 18 സീറ്റുകളിൽ 10 സീറ്റുകളിൽ ലീഗും 6 സീറ്റുകളിൽ കോൺഗ്രസും 2 സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരിക്കാനാണ് മുന്നണി ധാരണയായിട്ടുള്ളത്. ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി മേലാറ്റൂർ പഞ്ചായത്തും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികലമായ ഈ ഭരണത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ തരത്തിൽ ജനങ്ങൾക്കിടയിലുള്ള പ്രതിഷേധങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള ഒരു രൂപത്തിലാണ് സ്ഥാനാർത്ഥി നിർണയവും മുന്നണി ബന്ധവും ഒക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തവണ കൂടുതൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി ഈ പഞ്ചായത്ത് ഭരണം കൈപ്പിടിയിൽ ഒതുക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രക്രിയയുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 1, 2, 3, 5, 7, 9, 10, 11, 15, 18 വാർഡുകളിൽ ലീഗും 4, 6, 12, 13, 14, 16 വാർഡുകളിൽ കോൺഗ്രസും 8, 17 വാർഡുകളിൽ സ്വതന്ത്രരും മത്സരിക്കും. ജനഹിതമനുസരിച്ചുള്ള മികച്ച സ്ഥാനാർത്ഥികൾ UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും നിലവിലെ LDF ഭരണസമിതിക്കെതിരായ വിലയിരുത്തലായി തിരഞ്ഞെടുപ്പ് മാറുമെന്നും UDF നേതൃത്വം പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങളുടെ പൾസ് സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ വിധത്തിലുള്ള ആളുകളും മുഴുവൻ ജനങ്ങളും കഷ്ടതയിൽ അനുഭവിക്കുന്ന ഒരു 10 വർഷമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഭരണമാണെന്നുണ്ടെങ്കിലും പഞ്ചായത്ത് ഭരണമാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ വ്യാപാരികൾ, കർഷകർ, സംരംഭകർ, വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ട ഹരിജന വിഭാഗങ്ങൾ, അങ്ങനെ എല്ലാവരുടെയും അവകാശങ്ങൾ കവർന്നെടുത്ത, അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് നികുതി വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ അങ്ങനെ വലിയ ഒരു ഭരണപരാജയം, അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ, മാലിന്യ സംസ്കരണം, ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട ഒരു സർക്കാരിനെതിരെയുള്ള ഒരു ഭരണ സംവിധാനത്തിനെതിരെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലക്ക് ഈ തരത്തിലുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രചരണ രീതികളും അവരെയൊക്കെ സമീപിച്ചുകൊണ്ട് അവരുടെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അടുത്തൊരു 5 വർഷത്തേക്കുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കുന്ന തരത്തിലുള്ള ഒരു രൂപത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശക്തമായ മത്സരം നടന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം എത്തിയതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ LDF-ന് ഭരണം ലഭിക്കുകയായിരുന്നു. ഇത്തവണ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുമെന്ന് UDF മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ റഷീദ് മേലാറ്റൂർ, ചെയർമാൻ AP അബ്ദുൽ ലത്തീഫ്, A അജിത് പ്രസാദ് എന്നിവർ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് NCP രംഗത്ത്. മണ്ണാർക്കാട് താലൂക്കിലെ കാരാകൃഷി, കാഞ്ഞിരപ്പുഴ, തെങ്കര പഞ്ചായത്തുകളിലാണ് അധികം സീറ്റുകൾ ആവശ്യപ്പെടുന്നത്. കാരാകുർശിയിൽ പാർട്ടിക്ക് വലിയ സ്വാധീനമാണുള്ളത്. പഞ്ചായത്തിൽ ആകെ സീറ്റ് 9 ആയിരുന്നപ്പോൾ 2 സീറ്റിലാണ് പാർട്ടി മത്സരിച്ചിരുന്നത്. ഇപ്പോൾ 19 വാർഡുകളായ സാഹചര്യത്തിൽ 5 സീറ്റാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ 1 സീറ്റിലാണ് മത്സരിച്ചിരുന്നത്. ഇവിടെ വൈസ് പ്രസിഡന്റ് പദവി NCPക്കാണ്. ഇത്തവണ കാഞ്ഞിരം സിറ്റി, കല്ലാങ്കുഴി വാർഡുകൾ കൂടി വേണമെന്നാണ് ആവശ്യം. തെങ്കരയിൽ നിലവിൽ NCPക്ക് 1 അംഗമാണുള്ളത്. നിലവിലെ സിറ്റിംഗ് സീറ്റിന് പുറമെ ആനമൂളി കൂടി ആവശ്യപ്പെടും. മണ്ണാർക്കാട് നഗരസഭയിൽ ജയിക്കുന്ന സീറ്റാണ് NCP ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ ലീഗിന്റെ കുത്തക വാർഡായ മുണ്ടേക്കരാടാണ് നൽകിയിരുന്നത്. അലനല്ലൂർ പഞ്ചായത്തിലും ജയിക്കാവുന്ന സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ തച്ചമ്പാറ ഡിവിഷനിൽ നിലവിൽ NCP പ്രതിനിധിയാണുള്ളത്. ഈ സീറ്റിൽ വീണ്ടും NCP തന്നെ മത്സരിക്കും. ജില്ലാ പഞ്ചായത്ത് കോങ്ങാട് ഡിവിഷൻ NCPയുടെ സിറ്റിംഗ് സീറ്റാണ്. ഇടതുമുന്നണി ആദ്യഘട്ട ചർച്ചകൾ എല്ലാ പഞ്ചായത്തിലും ആരംഭിച്ചിട്ടുണ്ട്. ഇത്തവണ മണ്ണാർക്കാട് നഗരസഭയിൽ CPM ഘടകകക്ഷികൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകുമെന്നാണ് വിവരം. മണ്ണാർക്കാട് നഗരസഭ മുൻ കൗൺസിലർ ഷാഹിനയുടെ വോട്ട് CPM ലോക്കൽ സെക്രട്ടറിയും കൗൺസിലറുമായ K. മൻസൂർ ഇടപെട്ട് വെട്ടിയെന്ന് ആരോപണം.
വനിതാ വാർഡിൽ ഷാഹിന മത്സരിക്കുമെന്ന ഭയം കൊണ്ടാണ് ഷാഹിനയുടെയും കുടുംബത്തിന്റെയും വോട്ട് വെട്ടിയതെന്ന് ഷാഹിനയും ലീഗ് നേതാക്കളും മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴുള്ള അതേ വാർഡിലാണ് ഇപ്പോഴും തന്റെ വോട്ടുള്ളത്. തന്റെയും കുടുംബത്തിന്റെയും വോട്ട് വൈരാഗ്യബുദ്ധിയോടെയാണ് വെട്ടിയത്. ഇതിന് നേതൃത്വം നൽകിയത് കൗൺസിലർ കെ മൻസൂറാണ്. വീണ്ടും അപേക്ഷിക്കാൻ അവസരമില്ലാതെയാണ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതെന്ന് ഷാഹിന പറഞ്ഞു. അത് LDF കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് വെട്ടിയിരിക്കുന്നത്. അവരാണ് അവിടെ ഹാജരായതും. ഷാഫി മർക്കടവൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് വെട്ടാൻ പരാതി കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതൊക്കെ LDF കൗൺസിലറുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് നടന്നിരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ആ വാർഡിലല്ല താമസം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അത് വാർഡിലല്ല താമസം, പക്ഷേ ഞങ്ങൾക്ക് ആ വോട്ട് അവസാന നിമിഷം കൊണ്ടുപോയി വെട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആ വോട്ട് ഇങ്ങോട്ട് മാറ്റാനുള്ള ഒരു അവസരം പോലും നിഷേധിക്കപ്പെട്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു വോട്ടപ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വോട്ടവകാശം നിഷേധിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. നിലവിൽ ഇപ്പോൾ വോട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു വോട്ടർ പട്ടികയിൽ മാത്രമല്ലേ പേരുള്ളൂ, മറ്റൊരു വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു എത്രയോ അവസരങ്ങൾ ഉണ്ടായിരുന്നു, ഇതുവരെ ഒരു ഇത് വെട്ടിയിട്ടില്ല. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ തന്നെയാണ് നിലനിൽക്കുന്നുള്ള രീതിയിൽ അത് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാനും ശ്രമിച്ചില്ല. അതാണ് ഉണ്ടായത്. ഷാഹിനയുടെ വോട്ട് വെട്ടാൻ താനാണ് നേതൃത്വം നൽകിയതെന്ന കൗൺസിലർ മൻസൂറിന്റെ പ്രചാരണം രാഷ്ട്രീയ മാന്യതയല്ലെന്ന് മുൻ നഗരസഭാ അധ്യക്ഷ AK സുബൈദ പറഞ്ഞു. ഇത്തരത്തിൽ കള്ളപ്രചാരണം നടത്തി മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാമെന്ന് കരുതിയാൽ നടക്കില്ലെന്നും സുബൈദ പറഞ്ഞു. ഇത് ഈ കൗൺസിലർ ഇങ്ങനെ പറഞ്ഞു പരത്താനുള്ള കാരണം, ഒന്നാമത് സ്വപ്നം കണ്ട വാർഡ് വനിതാ വാർഡ് ആയതിൻ്റെ നിരാശ വളരെ പ്രകടമായിട്ടാണ് നമുക്കത് അനുഭവപ്പെടുന്നത്. അതുമാത്രവുമല്ല, ബാക്കിയുള്ള എല്ലാ വാർഡുകളും വനിതാ വാർഡായതിൻ്റെ നിരാശ NK സുബൈദയുടെ മെക്കിട്ട് കയറിയിട്ട് തീർക്കാമെന്നാണ് ഈ കൗൺസിലർ കരുതുന്നത്. എനിക്ക് ആ ജനപ്രതിനിധിയോട് ഒരൊറ്റ അഭ്യർത്ഥനയുള്ളൂ. ഇത് അഭ്യർത്ഥന ഇനി മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാതിരിക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. ഇത്തരം ഫ്രോഡ് പരിപാടിയിലൂടെ ഇതുപോലൊരു പാർട്ടിയിലുള്ള ഒരു ജനപ്രതിനിധി ഒരിക്കലും പെരുമാറാൻ പാടില്ല. കുറച്ചൊക്കെ മാന്യമായിട്ടായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഞങ്ങളൊക്കെ 15 വർഷം 3 ടൈമിൽ ജനപ്രതിനിധിയായി പൊതുപ്രവർത്തനം നടത്തിയ വ്യക്തികളാണ്. ഇതുപോലെ ഇത്ര തരം താണ നാണം കെട്ട നാറിയ രാഷ്ട്രീയ പ്രവർത്തനം ഈ കൗൺസിലർ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതേ നാണയത്തിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചടിക്കേണ്ടി വരും. അത് പല രൂപത്തിലും പല ഭാവത്തിലും കുടുംബത്തിനെ അടക്കം ബാധിക്കുന്ന രൂപത്തിലായിരിക്കും എന്ന് ഞാൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പല തെളിവുകളും ഡിജിറ്റലായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഒരുപാട് അങ്ങ് കയറി കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൗൺസിലർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ ഈ NK സുബൈദ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിനടക്കം ദോഷം ചെയ്യും എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതേസമയം CPM കൗൺസിലർ നായാടിക്കുന്ന് മേഖലയിൽ നടത്തിയെന്ന് അവകാശപ്പെടുന്ന പ്രവർത്തനങ്ങൾ എവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നില്ലെന്ന് MSF നായാടിക്കുന്ന് മേഖലാ പ്രസിഡന്റ് അൻഷാദ് നായാടിക്കുന്ന് പറഞ്ഞു. പൊന്നാപുരം കോട്ട തകർക്കാൻ കഴിയില്ലെന്ന് അവകാശപ്പെടുന്ന കൗൺസിലർ നായാടിക്കുന്ന് മേഖലയിൽ CPM ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. ലീഗിന്റെ വനിതാ നേതൃത്വത്തിന്റെ ഇടയിൽ ഇതുകൊണ്ട് ഒരു സ്പ്ലിറ്റോ ഒരു വിയോജിപ്പോ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. കാരണം ഞങ്ങളെ പാർട്ടിയാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പം അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് ഇതിന് മുമ്പ് ഇപ്പം ഇന്നെന്തോ ഒരു ബൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന ഒരു വോട്ടും വെട്ടിക്കുകയോ ചെയ്തിട്ടില്ല. ഈ പറയപ്പെടുന്ന പ്രധാന പരാതിക്കാരൻ്റെ കൂടെ പിന്താങ്ങി ചെന്നിട്ടുള്ളത് CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ആരാണ് ഈ കളി എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് ഇവരെ കൊണ്ടുവന്ന് ലോക്കാക്കിയിട്ട് ഇദ്ദേഹത്തിന് ഇത് അറിയാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മുസ്ലിം ലീഗിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ്. വളരെ കൃത്യമാണ്. നിങ്ങളെല്ലാ പദ്ധതി എടുത്തു നോക്ക്. ഒരു പ്രതിബിംബം രൂപപ്പെടുത്തിയെടുത്തു, ഒരു കൾട്ട് ഫിഗർ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അത് PR വർക്ക് ഏജൻസി ആയിട്ട് ഒരു ചാനൽ നടക്കുന്നുണ്ടല്ലോ, News 7 അങ്ങനെ ഒരു ചാനലുണ്ട്. അപ്പോൾ അവരതിൻ്റെ ഭാഗമായിട്ട് നടക്കട്ടെ. അപ്പോൾ ആ ഒരു കൾട്ട് ഫിഗർ രൂപപ്പെടുത്തിയെടുക്കൽ നടന്നു എന്നല്ലാതെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? മാർക്സിസ്റ്റ് പാർട്ടി ആര് അഡ്രസ് ചെയ്തു? 10 സഖാക്കൾ കാണിച്ചു തരാൻ പറയണം. പാർട്ടി പിളർന്നു വളരില്ല ചെയ്തു. മുസ്ലിം ലീഗ് ഉറച്ചു പറയുന്നു ഞങ്ങളെ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുക. ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ വ്യക്തിയല്ലല്ല അഡ്രസ്സ് ചെയ്തത്, ഞങ്ങൾ അഡ്രസ്സ് ചെയ്തത് മുസ്ലിം ലീഗിനെയാണ്. ആ ലീഗിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. ഇവിടെ അതല്ല സംഭവിച്ചത്. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ട് CPMന്റെ അധികായനായിരുന്ന PKS എന്ന ശശിയേട്ടനെ രാഷ്ട്രീയ ചതിപ്രയോഗത്തിലൂടെ
പിറകെ നിന്ന് കുതികാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തിയതിൻ്റെ അനന്തരഫലമായി പാലക്കാട്ടെ CPM ഉണ്ടായ ഭിന്നിപ്പ് അതിരൂക്ഷമായി നിലനിൽക്കുന്നത് മണ്ണാർക്കാട് CPM-ലാണ്. അതിൻ്റെ എക്സ്ട്രീം വേർഷൻ ഉള്ളത് നാടികുന്നതാണ്. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പിയിൽ തുടക്കമായി. മുഹമ്മദ് മുഹസിൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 24 വരെ മേള നീണ്ടു നിൽക്കും. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പട്ടാമ്പിയിൽ കൊടികയറി. 3 ദിവസങ്ങളിലായി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് UP സ്കൂളിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മഴയുടെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നുവെങ്കിലും ശാസ്ത്രമേള മുടക്കമില്ലാതെ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. രാവിലെ മുഹമ്മദ് മുഹസിൻ MLA മേള ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രമേള എന്ന പേരിൽ ഇപ്പോൾ ശാസ്ത്രോത്സവം എന്നുള്ള നിലക്ക് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്കൂളുകളിൽ കുട്ടികളുടെ കഴിവുകൾ, അവരുടെ കണ്ടെത്തലുകൾ, അവരുടെ പരിശ്രമങ്ങൾ, അതിനെല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. സയൻസ്, ശാസ്ത്രം, അതുപോലെ തന്നെ ഗണിതം, സാമൂഹ്യശാസ്ത്രം, പ്രവൃത്തി പരിചയം, IT അടക്കമുള്ള മേഖലകളിലായി വിവിധങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ, പ്രവർത്തനങ്ങൾ കുട്ടികൾ അവരുടെ പരിശ്രമത്തിന്റെ ഭാഗമായി ഷോക്കേസ് ചെയ്യാൻ പോവുകയാണ്. ഭാവിയിലെ നമുക്ക് അഭിമാനമാകുന്ന ഒരു തലമുറയായി മാറാൻ ശാസ്ത്രീയ അഭിരുചിയുള്ള കൂടുതൽ സാങ്കേതിക കാര്യങ്ങളെ മികവ് പുലർത്തുന്ന ഒരു തലമുറയായി അവർ വരുന്നു എന്നതാണ് ഓരോ ശാസ്ത്രമേള കഴിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് കുട്ടികൾ അവരുടെ കണ്ടുപിടുത്തങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട്. കൂടുതൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും ഭാവി തലമുറ നല്ല കഴിവുള്ളവരായി വളരുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് ശാസ്ത്രമേളകൾ സംഘടിപ്പിക്കുന്നത്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, കമ്മുക്കുട്ടിയടത്തോൾ, ശാസ്ത്ര പുസ്തകരചയിതാവ് S. വിധുനന്ദനൻ, മറ്റ് ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ വിവിധ ഇനങ്ങളിൽ ആദ്യ ദിനം മത്സരങ്ങൾ നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലും UP സ്കൂളിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള 4000-ഓളം ശാസ്ത്ര പ്രതിഭകളാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യ ദിനത്തിൽ ഗണിതമേളയും സാമൂഹ്യശാസ്ത്രമേളയും IT മേളയുമാണ് നടന്നത്. 90ഓളം ക്ലാസ് മുറികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. സാമൂഹ്യശാസ്ത്രമേളയിൽ പ്രാദേശിക ചിത്രരചന, ചരിത്ര സെമിനാർ, പ്രസംഗം, അറ്റ്ലസ് നിർമ്മാണം എന്നിവ ആദ്യ ദിനത്തിൽ നടന്നു. IT മേളയിൽ മൾട്ടിമീഡിയ പ്രസന്റേഷൻ, ഡിജിറ്റൽ പെയിന്റിംഗ്, ആനിമേഷൻ തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. വ്യാഴാഴ്ച പ്രവൃത്തി പരിചയമേള നടക്കും. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പ്രവൃത്തി പരിചയമേളയുടെ മത്സരങ്ങൾ നടക്കുക. സാമൂഹ്യശാസ്ത്രമേളയിലെ പ്രാദേശിക ചരിത്ര സെമിനാർ, അഭിമുഖം, സ്റ്റിൽ മോഡൽ ഉൾപ്പെടെയുള്ള ഇനങ്ങളും IT മേളയും ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിലാണ് കായിക മേഖലയിലൂടെ തനിക്ക് വളർന്നുവരാൻ കഴിഞ്ഞതെന്ന് PT ഉഷ MP. കടമ്പുഴിപ്പുറം ഹൈസ്കൂളിൽ PT ഉഷ MPയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ബസിന്റെയും മാനേജ്മെന്റ് സ്ഥാപിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PT ഉഷ. ഒട്ടേറെ പരിമിതികളിലും രാജ്യത്തിനായി 113 മെഡലുകൾ നേടിയെടുക്കാൻ തനിക്ക് കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ സ്കൂളിന് നൽകുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മികച്ച താരങ്ങൾ വളർന്നു വരട്ടെയെന്നും PT ഉഷ പറഞ്ഞു. കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും നമ്മൾ മെച്ചപ്പെടുത്തണം. സ്കൂളിന് നൽകുന്ന വികസന ഫണ്ട് ഉപയോഗിച്ച് ബസ് നൽകുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും PT ഉഷ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ചെയ്ത പ്രവൃത്തികൾ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് സാധിക്കില്ല എന്നറിയാം. കാരണം എത്ര തിരക്കിനിടയിലും ഞാൻ പ്രോഗ്രാം ചെയ്തു.
കോട്ടയത്ത് പോകണം, വയനാട്ടിൽ പോകണം, പാലക്കാട് പോകണം. അങ്ങനെ ഇവിടെ പ്രോഗ്രാം ഇട്ടതിന് ശേഷം ബാക്കിയൊക്കെ ഞാൻ ഏറ്റവും പ്രയോറിറ്റി, ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ എന്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു. തിരക്കുള്ളവരാണ് എല്ലാവരും, പക്ഷെ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ പ്രവൃത്തി. അപ്പോൾ ഞാൻ ഇവിടത്തേക്ക് പ്രോഗ്രാം ഇട്ടു. അപ്പം ഇന്നലെ പറഞ്ഞു ഇവിടെ റെഡ് അലേർട്ടാണ്, അത് കാരണം കൊണ്ട് എന്താ ചെയ്യാന്ന്. പക്ഷെ ഞാനൊരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നോട്ടേക്ക് പോകാറില്ല സാധാരണ. അപ്പൊ പിന്നെ കുട്ടികൾ ഉണ്ടായാലും ഇല്ലെങ്കിലും റെഡ് അലേർട്ടാണെങ്കിലും കൊടുത്ത വസ്തു ഉപയോഗപ്പെടുത്തണം പെട്ടെന്ന് തന്നെ. കുട്ടികൾക്ക് ഉപയോഗം ഉണ്ടാവണം, അതിനെങ്ങനെ വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ പിന്നെ എനിക്ക് പിന്നോട്ടില്ല, ഞാൻ എന്തായാലും വരുന്നത് തന്നെ അറിയിച്ചു. എനിക്ക് ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഇവിടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ വന്നു. അപ്പം ഇത്രയും തിരക്കിനിടയിലാണ് ഞാൻ ഈ പ്രോഗ്രാമിന് വന്നത്. അപ്പൊ ഞാൻ എൻട്രി ചെയ്തിട്ട് വരുമ്പോൾ തന്നെ എനിക്ക് ആസ്ട്രോ ടർഫ്, ഫുട്ബോൾ ആസ്ട്രോ ടർഫ്, നമ്മുടെ NCC സ്കൗട്ട്, ട്രാക്ക് സൂട്ട് ഇട്ട് വന്ന കുട്ടികൾ, ഇതൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം സാധാരണ നിലയിൽ ഇതൊന്നും കാണാത്തതാണ്. കുട്ടികളിവിടെ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് വാക്കിട്ടാണ് ഞാൻ. PTA പ്രസിഡന്റ് C രമേശ് അധ്യക്ഷനായി. സ്കൂൾ മാനേജർ C ഗോപിനാഥൻ മുഖ്യാധ്യായി. പ്രധാനാധ്യാപകൻ CS കൃഷ്ണകുമാർ, C ചന്ദ്രമോഹനൻ, P വേണുഗോപാൽ, N സച്ചിദാനന്ദൻ, അധ്യാപകനായ KR സുജേഷ്, കിരൺജിത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കരുവാരക്കുണ്ടിൽ നടക്കുന്ന വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിന്റെ ഒന്നാം ദിനം ശാസ്ത്രീയ കലകളാലും രചനാ മത്സരങ്ങളാലും സമ്പന്നമായി. മഴ ഇടയ്ക്ക് രസം കൊല്ലി ആയെങ്കിലും നാടൻപാട്ട്, മാപ്പിളപ്പാട്ട് തുടങ്ങിയ മത്സരവേദികൾക്ക് മുന്നിൽ ആസ്വാദകരുടെ സജീവ പങ്കാളിത്തമാണ് പ്രകടമായത്. 100-ൽ-അധികം വിദ്യാലയങ്ങളിൽ നിന്നുള്ള 5000-ത്തിലധികം കലാപ്രതിഭകളാണ് 4 ദിവസങ്ങളിലായി നടക്കുന്ന വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. മേളയുടെ ഒന്നാം ദിനത്തിൽ രചനാ മത്സരങ്ങളാണ് പ്രധാനമായും നടന്നതെങ്കിലും മാപ്പിളപ്പാട്ട്, നാടൻപാട്ട് എന്നിവ വേദികളെ ഉണർത്തി. നാടകം, ഇംഗ്ലീഷ് സ്കിറ്റ്, കഥകളി, വഞ്ചിപ്പാട്ട്, നാടോടി നൃത്തം, സംസ്കൃത, അറബിക് കലോത്സവം എന്നിവയും വേദികളെ സജീവമാക്കി. രണ്ടാം ദിനമായ വ്യാഴാഴ്ച 10 പ്രധാന വേദികളിലും മത്സരങ്ങൾ അരങ്ങേറും. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, കുച്ചിപ്പുടി, ഓട്ടൻതുള്ളൽ, സംഘഗാനം തുടങ്ങിയ മത്സരങ്ങളാണ് വ്യാഴാഴ്ച നടക്കുക. ജനകീയ പങ്കാളിത്തത്തോടെ ഒരുക്കിയ മികച്ച സൗകര്യങ്ങളിലാണ് വണ്ടൂർ ഉപജില്ലാതല സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്. മേലാറ്റൂർ ഉപജില്ലാതല സ്കൂൾ ശാസ്ത്രോത്സവം പട്ടിക്കാട് മുള്ളിയാകൃഷി PTM AAUP സ്കൂളിൽ പുരോഗമിക്കുന്നു. 50-ലധികം വിദ്യാലയങ്ങളിൽ നിന്നുള്ള 2500ഓളം ശാസ്ത്ര പ്രതിഭകളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേള വ്യാഴാഴ്ച സമാപിക്കും. 3 ദിവസങ്ങളിലായാണ് മേലാറ്റൂർ ഉപജില്ലാതല സ്കൂൾ ശാസ്ത്രോത്സവം നടക്കുന്നത്. ഒന്നാം ദിനമായ ചൊവ്വാഴ്ച മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിൽ IT മേള നടന്നു. രണ്ടാം ദിവസം ശാസ്ത്ര പ്രതിഭകളുടെ കരവിരുതും കണ്ടെത്തലുകളും പരീക്ഷണങ്ങളും നിറഞ്ഞ മത്സരങ്ങൾ ആരംഭിച്ചു. മുള്ളിയാകുറിശി PTM AUP സ്കൂളാണ് ശാസ്ത്രമേളയുടെ പ്രധാന വേദി. ശാന്തപുരം IC ഹയർ സെക്കൻഡറി സ്കൂളിലും മുള്ളിയാകുറിശി AMLP സ്കൂളിലും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉപജില്ലയിലെ 50-ലധികം വിദ്യാലയങ്ങളിൽ നിന്നായി 2500 ശാസ്ത്ര പ്രതിഭകളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര മേളകളാണ് ബുധനാഴ്ച നടന്നത്. പ്രവൃത്തി പരിചയമേള, ഗണിതമേള എന്നിവ വ്യാഴാഴ്ച നടക്കും. ശാസ്ത്ര പ്രതിഭകൾക്കായി മികച്ച സൗകര്യങ്ങളാണ് മുള്ളിയാകുറിശി PTM AUP സ്കൂളിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് ജനറൽ കൺവീനർ ജമാൽ ആന്തൂരത്തൊടി പറഞ്ഞു. മേലാറ്റൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് വേദിയാവാൻ PTM AUPS മുള്ളിയാകുറിശിക്ക് സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇത്തരം മേളകൾ എന്ന് പറയുന്നത് വലിയ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യം ആവശ്യപ്പെടുന്ന ഒന്നാണ്. 3 സഹോദര സ്ഥാപനങ്ങളെ കൂടി ചേർത്ത് വളരെ ഭംഗിയാക്കി നടത്താൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഏതാണ്ട് 2500ഓളം കുട്ടികൾ പ്രതിനിധികളായി ഇവിടെ വരുന്നു. 150ഓളം വിദ്യാലയങ്ങളെ പ്രതിനിധികൾ ഇവിടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. മികച്ച ശാസ്ത്ര പ്രതിഭകൾ ഈ പരിപാടിയിലൂടെ രൂപപ്പെടട്ടെ എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്.
മികച്ച രീതിയിലാണ് മത്സരങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും മത്സരാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്താൽ മേള ജനകീയമായി തീർന്നെന്നും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു PS വയലിൽ പറഞ്ഞു. നാളെയുമായിട്ടാണ് നമ്മുടെ മേലാറ്റൂർ ഉപജില്ലാ ശാസ്ത്രമേള നടക്കുന്നത്. ഇന്നലെ RMHS മേലാറ്റൂർ വെച്ചിട്ടായിരുന്നു നമ്മുടെ IT മേള നടന്നത്. ഭംഗിയായി പര്യവസാനിച്ചു. പിന്നെ ഇന്നലെ കളക്ടറുടെ ഒരു നിർദ്ദേശം, റെഡ് അലേർട്ടാണെന്ന് ഇവിടെ. പക്ഷേ കളക്ടറുടെ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നലെ എല്ലാം സജ്ജമായിരുന്നു. അടുക്കള അടക്കം സജ്ജമായതുകൊണ്ട് നമുക്ക് നടത്താതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മളത് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നെല്ലാം സ്മൂത്തായി നടക്കുന്നു. രാവിലെ നല്ല വെയിലായിരുന്നു. ഇപ്പോഴും മഴയുടെ ചെറിയ തുള്ളി മഴകളുണ്ടെന്നുള്ളൂ, അല്ലാതെ വേറെ ഒരു പ്രോബ്ലംസ് ഒന്നും നമുക്കില്ല. ഫുഡൊക്കെ പാഴ്സലായിട്ട് തന്നെ എല്ലായിടങ്ങളിലേക്കും നടക്കുന്നു. കൃത്യസമയത്ത് തന്നെ മേളകൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ 2 മണിക്കോടുകൂടി എല്ലാം ഏകദേശം അവസാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മേളയുടെ ഉദ്ഘാടനം കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി നിർവഹിച്ചു. ജനപ്രതിനിധികളും സംഘാടക സമിതി അംഗങ്ങളും പങ്കെടുത്തു. KPSTA പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്നത്. KSTA ട്രോഫി ചുമതലയും KSTM പ്രചാരണ ചുമതലയും വഹിക്കുന്നു. KSTUവിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളണ്ടിയർമാർക്കും ആവശ്യമായ ഭക്ഷണം ഒരുക്കുന്നത്. പ്രതിദിനം 1500ഓളം പേർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് KSTU ഒരുക്കുന്നത്. 2 ദിവസവും സുഭിക്ഷമായ ഭക്ഷണം നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും, വെജിറ്റേറിയൻ ആവശ്യമുള്ളവർക്ക് വെജിറ്റേറിയൻ കുറുമയുമാണ് നൽകുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സഹൃദയരായിട്ടുള്ള ആളുകളുടെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായത്തോടു കൂടിയാണ് ഇന്നത്തെ ഭക്ഷണ വിതരണം ഇത്രയും സുഭിക്ഷമായി നമുക്ക് നൽകുവാൻ സാധിക്കുന്നത്. നാളെ ഇതിലേറെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ഏറ്റവും രുചികരമായ ഭക്ഷണം നൽകുവാനാണ് KSTU കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ആ 2 സ്കൂളുകളിലും പാക്ക് ചെയ്തുകൊണ്ട് അവരുടെ എവിടെയാണോ മത്സരാർത്ഥികൾ ഇരിക്കുന്നത് അവിടേക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും സംതൃപ്തമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകണം എന്നാണ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. അതിൽ സഹകരിച്ചവർക്കുള്ള നന്ദി. നാടിന്റെ ജനകീയ ഉത്സവമായി ഏറ്റെടുത്ത് നാട്ടുകാരും സജീവമായി രംഗത്തുണ്ട്. മേളയ്ക്ക് വ്യാഴാഴ്ച സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കീഴാറ്റൂർ. ദശവാർഷിക നിറവിൽ ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം. നന്മയുടെ 10ാം വാർഷിക ആഘോഷം ഒക്ടോബർ 25 ശനിയാഴ്ച നടക്കും. VK ശ്രീകണ്ഠൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് നന്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2015 ആരംഭിച്ച മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ 10ാം വാർഷികാഘോഷമാണ് ഒക്ടോബർ 25 ശനിയാഴ്ച നടക്കുന്നത്. 10 നന്മ വർഷങ്ങൾ എന്ന തലക്കെട്ടിൽ നിരവധി പരിപാടികളാണ് 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നന്മ സംഘടിപ്പിച്ചു വരുന്നത്. സാമൂഹിക, സാംസ്കാരിക, കല, കായിക, സാഹിത്യ മേഖലകളിൽ മികവുറ്റ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നന്മയ്ക്ക് നടത്താനായത്. ഒറ്റപ്പാലം റോഡിൽ പ്രവർത്തനം ആരംഭിച്ച നന്മ സാംസ്കാരിക കേന്ദ്രം നിലവിൽ ചെർപ്പുളശ്ശേരി പാലക്കാട് റോഡിൽ പഴയ പെട്രോൾ പമ്പിന് സമീപമാണ് പ്രവർത്തിച്ചു വരുന്നത്. നന്മ വിമൻസ് വിങ്, സീനിയർ സിറ്റിസൺ ഫോറം, ബാലവേദി, നന്മ സ്പോർട്സ് അക്കാദമി, നന്മ റീഡേഴ്സ് ക്ലബ്ബ് തുടങ്ങി വിവിധ വിങ്ങുകളും നന്മയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഒക്ടോബർ 25 ശനിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന നന്മ 10ാം വാർഷികാഘോഷം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നന്മ പുറത്തിറക്കുന്ന നന്മൊഴി സുവനീർ രാജ്യസഭാംഗം PV അബ്ദുൽ വഹാബ് പ്രകാശനം ചെയ്യും. P മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിക്കും. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. നന്മ ചെയർമാൻ PV ഷഹീൻ, വൈസ് ചെയർമാൻ K ബാലകൃഷ്ണൻ മാസ്റ്റർ, നന്മ ജോയിന്റ് സെക്രട്ടറി C രാധാകൃഷ്ണൻ, നഗരസഭാംഗം P അബ്ദുൽ ഗഫൂർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ C ജയകൃഷ്ണൻ, KM ഇസാഖ്, KK അസീസ്, K ജയൻ മാസ്റ്റർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ തുടങ്ങിയവരും പങ്കെടുക്കും. തുടർന്ന് നന്മ വിമൻസ് വിങ് അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും പൊതുജനങ്ങൾക്കായി ഓപ്പൺ സ്റ്റേജും സംഘടിപ്പിക്കുമെന്ന് നന്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15 സെപ്റ്റംബർ 15 മണിക്കാണ് 15നാണ് നമ്മുടെ ഉദ്ഘാടനം അന്ന് നടന്ന് അന്നത്തെ MLA ആയിരുന്ന സലീഖാണ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നന്മയുടെ പ്രവർത്തനം വളരെ സജീവമായിട്ട് സമൂഹത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങളിലും പ്രതികരിച്ചുകൊണ്ടാണ് നന്മ ഇതുവരെ പ്രവർത്തനം കൊണ്ടുപോയിട്ടുള്ളത്. മറ്റു തരത്തിലുള്ള ഒരു വിഭാഗീയതയും ചേരിതിരിവും പ്രകടമാക്കാതെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മതവാദങ്ങൾക്കൊക്കെ തന്നെ അതീതമായിട്ടാണ് നന്മ ഇതുവരെ അത്തരത്തിലുള്ള പ്രതികരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്.
എന്നാൽ തീർച്ചയായിട്ടും ലോകത്തും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നടക്കുന്ന പൊതുവായിട്ടുള്ള സാമൂഹ്യ സംഭവങ്ങളോട് ഞങ്ങൾ പ്രതികരിക്കാറുണ്ട്. അത് രാഷ്ട്രീയം, കല, സാഹിത്യം, സ്പോർട്സ് എന്നീ മേഖലകളിലൊക്കെ തന്നെ ഉള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താറുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ പിന്നെ നന്മയ്ക്ക് പ്രധാനമായിട്ടുള്ള ശാഖകളുടെ പ്രവർത്തനമാണ് നന്മയത്ര ശക്തിപ്പെടുത്തിയത്. നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ, നന്മ ജോയിന്റ് സെക്രട്ടറി സി രാധാകൃഷ്ണൻ, നന്മ സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് മുഹമ്മദ് അലി മാട്ടര, നന്മ ലൈബ്രറിയൻ ജെ ജാബിർ നദ്വി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. പെരിന്തൽമണ്ണ ചെർപ്പളശ്ശേരി പാതയിൽ പാറൽ പൊന്നുള്ളി വളവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. കാറിലുണ്ടായിരുന്ന യുവാവും 2 കുട്ടികളും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് പാറൽ പൊന്നുള്ളി വളവിൽ അപകടമുണ്ടായത്. കണ്ണൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് വരികയായിരുന്ന ലോറിയും ചെർപ്പളശ്ശേരിയിൽ നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. കാർ ഓടിച്ചിരുന്ന നെല്ലായ സ്വദേശി പുത്തൻ പീടിക ഷെഫീഖിന്റെ മക്കളായ 7 വയസ്സുള്ള മുഹമ്മദ് സയാൻ, 5 വയസ്സുള്ള മുഹമ്മദ് ജിദാൻ എന്നിവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇവരെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ലോറിക്കും കേടുപാടുകൾ പറ്റി. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ഫാമിലി ഹെൽത്ത് സെന്ററിന് കീഴിൽ മുതുകുർശിയിൽ സബ് സെന്റർ യാഥാർത്ഥ്യമായി. ഈ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. 60 ലക്ഷം രൂപ ചെലവഴിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ FSCക്ക് കീഴിൽ മുതുകുർശിയിൽ സബ് സെന്റർ സജ്ജമാക്കിയത്. സബ് സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത്, സ്ഥിരസമിതി അധ്യക്ഷരായ NP ഉണ്ണികൃഷ്ണൻ, MR മനോജ്, പഞ്ചായത്ത് അംഗങ്ങളായ കെ വിജയലക്ഷ്മി, രമ്യ മാണിത്തൊടി, സ്വപ്ന സുബ്രഹ്മണ്യൻ, സി സാവിത്രി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിൽകുമാർ, മെഡിക്കൽ ഓഫീസർ ബിനു ശശിധരൻ, പി ഗോവിന്ദപ്രസാദ്, S ശ്രീരാജ്, പി അജിത് മാസ്റ്റർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഹസൈനർ തുടങ്ങിയവർ സംസാരിച്ചു. പൊതുജന പങ്കാളിത്തത്തോടുകൂടി സാന്ത്വന പരിചരണ രംഗത്ത് നിറസാന്നിധ്യമായ വിവിധ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളിൽ കൺസോർഷ്യം ഓഫ് പാലിയേറ്റീവ് കെയർ ഇനിഷ്യേറ്റീവ്സ് ഇൻ പാലക്കാട് കൂട്ടായ്മയുടെ സന്ദർശനം. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക് ഉൾപ്പെടെ മണ്ണാർക്കാട് സോണിൽ പ്രവർത്തിക്കുന്ന 8ഓളം യൂണിറ്റുകൾ സംഘം സന്ദർശിച്ചു. പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ മെച്ചപ്പെട്ട പരിചരണം വീടുകളിലേക്ക് എത്തിക്കുന്നതിനും ഊന്നൽ നൽകുന്നതിനായാണ് കൺസോർഷ്യം ഓഫ് പാലിയേറ്റീവ് കെയർ ഇനിഷ്യേറ്റീവ് ഇൻ പാലക്കാട് കൂട്ടായ്മ മണ്ണാർക്കാട് സോണിൽ പ്രവർത്തിക്കുന്ന എടത്തനാട്ടുകര, കർക്കിടാംകുന്ന്, അലനല്ലൂർ, തച്ചനാട്ടുകര, കോട്ടോപ്പാടം, മണ്ണാർക്കാട്, കരിമ്പ, അട്ടപ്പാടി എന്നീ പ്രദേശങ്ങളിലെ ക്ലിനിക്കുകൾ സന്ദർശിച്ചത്. ക്ലിനിക്കുകളിൽ നടപ്പിലാക്കേണ്ട ഫാമിലി ട്രെയിനിങ്, സൈക്കോ സോഷ്യൽ ഹോം കെയർ, ഗ്രൂപ്പ് വളണ്ടിയർ ഹോം കെയർ, സർക്കാർ സേവനങ്ങൾ, സഹയാത്ര എന്നിവ വിജയിപ്പിക്കാൻ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു. എടത്തനാട്ടുകര ക്ലിനിക്കിൽ നിന്നും പാലക്കാട് ജില്ലാ പാലിയേറ്റീവ് കെയർ സമിതി പ്രസിഡന്റ് PP ഹുസൈൻ ഫ്ലാഗ് ഓഫ് ചെയ്തതോടെയാണ് സന്ദർശനത്തിന് തുടക്കം കുറിച്ചത്. സോൺ കമ്മിറ്റി പ്രസിഡന്റ് A മുഹമ്മദ് സക്കീർ, ജില്ലാ പാലിയേറ്റീവ് കൂട്ടായ്മ ട്രഷറർ റഷീദ്, സോൺ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉമ്മർ ചിങ്ങത്ത്, ട്രഷറർ E ശശിപാൽ, എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് ചെയർമാൻ P ജസീർ, സെക്രട്ടറി റഹീസ് എടത്തനാട്ടുകര, ഭാരവാഹികളായ സിദ്ദിഖ്, P അലി തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം ജില്ലാ സ്കൂൾ കായികമേളയിൽ വ്യക്തിഗത ചാമ്പ്യനായി പെരിന്തൽമണ്ണയുടെ ഓട്ടക്കാരി ദിയ ഫാത്തിമ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക്. ജൂനിയർ വിഭാഗത്തിലെ 800 മീറ്റർ, 1500 മീറ്റർ ക്രോസ് കൺട്രി മത്സരങ്ങളിൽ 1ാം സ്ഥാനവും 3000 മീറ്റർ ഓട്ട മത്സരങ്ങളിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ദിയ ഫാത്തിമ മത്സരിക്കാൻ ഇറങ്ങുന്നത്. പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ ഫാത്തിമ പെരിന്തൽമണ്ണയിലെ ആദ്യത്തെ സ്പോർട്സ് അക്കാദമിയായ SH സ്പോർട്സ് അക്കാദമിയിലാണ് പരിശീലനം നേടിയത്. പാലക്കാട് ചാത്തന്നൂരിൽ നടന്ന മലപ്പുറം ജില്ലാ സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം ദിയ ഫാത്തിമ മെഡലുകൾ കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗം 800 മീറ്റർ, 1500 മീറ്റർ ഓട്ട മത്സരത്തിലും ക്രോസ് കൺട്രിയിലും സ്വർണ്ണ മെഡലുകൾ നേടിയെടുത്ത മിന്നും പ്രകടനം. 3000 മീറ്റർ ഓട്ട മത്സരത്തിൽ വെള്ളി മെഡൽ. 16 ഉപജില്ലകളിലെ താരങ്ങളെ പിന്തള്ളിയാണ് ദിയ ഫാത്തിമ ഈ നേട്ടം കൈവരിച്ചത്. 13 പോയിന്റ് സ്വന്തമാക്കിയ ദിയ ജില്ലാ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗം വ്യക്തിഗത ചാമ്പ്യൻ പട്ടവും തന്റെ പേരിലാക്കി.
തിരുവനന്തപുരത്ത് ഒക്ടോബർ 23 മുതൽ 28 വരെ നടക്കുന്ന സംസ്ഥാന കായികമേളയിൽ ദിയ ഫാത്തിമ 4 ഇനങ്ങളിലും പങ്കെടുക്കും. ഈ വർഷത്തെ സ്കൂൾസിന് സ്റ്റേറ്റിലോട്ട് സെലക്ഷൻ കിട്ടിയത് 3000-ലും 1500-ലും 800-ലും പിന്നെ ക്രോസ് കൺട്രിയാണ്. പിന്നെ പരിശീലന കാരണങ്ങളും സാംസാറാണ് ചെയ്തത്. ഞങ്ങൾക്ക് SH അക്കാഡമി പറഞ്ഞിട്ടൊരു അക്കാഡമി ഉണ്ട്. ഇവിടെ സാക്രഡ് ഹാർട്ടിലത്തെ അച്ഛന്മാരെ ഒരുക്കി തരുന്നതാണ്. സോ സാറിൻ്റെ കൂടെ ഞാൻ 4.5 കൊല്ലമായിട്ട് ഉണ്ട്. പിന്നെ ഇവിടുത്തെ അച്ഛന്മാർ നല്ല സപ്പോർട്ടാണ്. ഏതൊരു മത്സരത്തിനായാലും നമ്മൾ ഒരുപാട് സപ്പോർട്ടും അവർ നമുക്ക് കുറേ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് മികച്ച പ്രകടനം പുറത്തെടുക്കാനായത്. പെരിന്തൽമണ്ണ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ ഫാത്തിമ ആനമങ്ങാട് പാലളിപ്പറമ്പ് കൊടുങ്കോടൻ കുഞ്ഞാലിൻ്റെയും കീഴ്ശ്ശേരി സെലീനയുടെയും മകളാണ്. ഞാൻ UP മുതലാണ് സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽക്ക് ഇന്ന് വരെ എൻ്റെ ഉമ്മയും ഇപ്പം നല്ല സപ്പോർട്ടായിരുന്നു. ഉമ്മയാണെങ്കിൽ എന്നും രാവിലെ എന്നെ സ്കൂട്ടിൽ കൊണ്ടാക്കും. ഫുഡും കാര്യങ്ങളും എന്നും രാവിലെ നേരത്തെ നീച്ചുണ്ടാക്കും. പിന്നെ ഇവിടെ വന്ന സാറിൻ്റെ സപ്പോർട്ടുണ്ട്. സാറ് ഞങ്ങൾക്ക് വേണ്ടി സാറിൻ്റെ വീട് കുറച്ച് ദൂരമാണ്. അവിടുന്ന് എന്നും രാവിലെ നേരത്തെ വെച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സെർച്ച് ചെയ്ത് അങ്ങനെ സാറൊന്ന് വന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. സാറിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും സാർ എന്തായാലും വരാറുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത് ഫിറ്റ് ആൻഡ് ഫൈൻ ജിമ്മാണ്. അവർ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. വർക്കൗട്ടും കാര്യങ്ങളായിക്കോട്ടെ എല്ലാത്തിനും നല്ല സപ്പോർട്ടായിരുന്നു അതിനെ. പെരിന്തൽമണ്ണ പൊന്നിയാകുരിശി സേക്രഡ് ഹാർട്ട് സ്കൂളിന് കീഴിൽ ആരംഭിച്ച SH സ്പോർട്സ് അക്കാദമിയിലാണ് പരിശീലനം. കായിക അധ്യാപകനും അത്ലറ്റുമായ സാമർഗീസാണ് പരിശീലകൻ. കായികമേളയിലോട്ട് നമ്മുടെ ഇവിടുന്ന് ഒരാളാണ് പങ്കെടുക്കുന്നത്. നമ്മുടെ അക്കാഡമി SH അക്കാഡമി എന്നാണ് അക്കാഡമിയുടെ പേര്. പെരിന്തൽമണ്ണയിലെ അത്ലറ്റിക്സിനൊരു അക്കാഡമി നമ്മുടെ മാത്രമാണ് ഉള്ളത്. കുറേ പിള്ളേരെ നമ്മൾ പുതുതായിട്ട് വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. പുറത്തുനിന്നുള്ള പിള്ളേരെയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിലെ സേക്രഡ് സ്കൂളിലെ മാത്രം പിള്ളേരല്ല, പുറത്തൊരു പിള്ളേരെല്ലാം കൂട്ടി 90ഓളം പിള്ളേർ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ദിയ മത്സരിക്കുന്നത് 3000, 1500, 800 മീറ്ററിലാണ് ദിയ മത്സരിക്കുന്നത്. ജില്ലാ കായികമേളയിൽ നമ്മളിവിടുന്ന് മൊത്തം 3 പിള്ളേരാണ് പങ്കെടുത്തിരുന്നത്. 2 പിള്ളേർ റിലേയിലുണ്ടായിരുന്നു. ജൂനിയർ ഗേൾസിൽ റിലേയിൽ നമുക്ക് 3rd വന്നിരിക്കുന്നത്. നമ്മുടെ 3 പിള്ളേരുണ്ടായിരുന്നു, ജസ, അർച്ചന, ദിയ. പിന്നെ അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ചാമ്പ്യനാണ് ദിയ ഈ വർഷം. 3 ഇവൻറ്റിൽ അവൾക്ക് മെഡൽ വന്നിട്ടുണ്ട് ജൂനിയർ ഗേൾസിൽ. പിന്നെ ക്രോസ് കൺട്രിയിലും അവൾക്ക് മെഡൽ ഗോൾഡ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ജൂനിയർ മീറ്റിൽ സ്റ്റേറ്റിലോട്ട് നമ്മുടെ ഇവിടുന്ന് ഏകദേശം 4 പിള്ളേർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വരും തലമുറയിലോട്ട് നമുക്ക് ഇതേപോലെ ഒരുപാട് പിള്ളേർ വരണം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. വയനാട് കൽപ്പറ്റയിൽ നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ മത്സരങ്ങളിൽ സാം വർഗീസ് സമ്മാനങ്ങൾ നേടിയിരുന്നു. കായിക മേഖലയിലെ ഈ മികവ് തൻ്റെ ശിഷ്യയായ ദിയ ഫാത്തിമയ്ക്കും പകരുകയാണ് സാം വർഗീസ്. പെരിന്തൽമണ്ണ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ SH സ്പോർട്സ് അക്കാദമിയിൽ ഇപ്പോൾ 90 പേർ കായിക പരിശീലനം നേടിവരുന്നു. ഗെയിംസ് ഇനങ്ങളിലും ഇവിടെ പരിശീലനം നൽകുന്നുണ്ട്. ഇത്തവണ SH അക്കാദമിയിൽ നിന്നും 3 പേർ ജില്ലാ സ്കൂൾ കായികമേളയിൽ പങ്കെടുത്തു. സാം വർഗീസിന് കീഴിൽ പരിശീലനം നേടി 800 മീറ്റർ, 1300 മീറ്റർ, 3000 മീറ്റർ ഓട്ട മത്സരങ്ങളിലും ക്രോസ് കൺട്രിയിലും ദിയ ഫാത്തിമ കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്തിരുന്നു. 2022 ഭോപ്പാലിൽ നടന്ന സ്കൂൾ നാഷണൽ ഗെയിംസിലും 2023 കോയമ്പത്തൂരിൽ നടന്ന നാഷണൽ ജൂനിയർ അത്ലറ്റിക് മീറ്റിലും ബീഹാറിൽ നടന്ന നാഷണൽ ക്രോസ് കൺട്രി മത്സരത്തിലും പങ്കെടുത്തിരുന്നു. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് നവീകരിക്കുന്ന നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഈ മാസം 24-ന് കൃഷിമന്ത്രി പ്രസാദ് നിർവഹിക്കും. കൃഷിവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് 5 കോടി രൂപ ചിലവിലാണ് നവീകരിക്കുന്നത്. ഫലവൃക്ഷത്തൈകളുടെയും പച്ചക്കറി തൈകളുടെയും ഉൽപ്പാദനവും വിപണനവും നടക്കുന്ന കേന്ദ്രം വർഷങ്ങൾക്ക് ശേഷമാണ് നവീകരണ പാതയിലേക്ക് കടക്കുന്നത്. 60കളിൽ സ്ഥാപിതമായി വിവിധങ്ങളായ കാരണങ്ങളാൽ അവഗണന നേരിട്ട സെൻട്രൽ ഓർച്ചാർഡിനെ പഴയ പ്രശസ്തിയിലേക്ക് ഉയർത്തുകയും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കർഷകർക്ക് നല്ല വിത്തിനങ്ങൾക്കും നടീൽ വസ്തുക്കൾക്കും ആശ്രയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബൃഹത് പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. ഫാം സ്കൂൾ, ഫാം ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികളും ഇവിടെ ലക്ഷ്യമിടുന്നുണ്ട്. നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ഈ മാസം 24-ന് കൃഷി വകുപ്പ് മന്ത്രി വി പ്രസാദ് നിർവഹിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ മുഹമ്മദ് മുഹസിൻ MLA-യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. പട്ടാമ്പി മണ്ഡലത്തിലേക്ക് ബഡ്ജറ്റിൽ അനുവദിച്ച ഫണ്ടിൽ 5 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. അത് ഭാവിയിൽ നമുക്കറിയാം നിലവിലുള്ള സെൻട്രൽ ഓർച്ചാർഡിനെ നവീകരിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പൊതുജനങ്ങൾക്ക് വന്ന് കൃഷിയെ അടുത്തറിയാനും കാണാനും അനുഭവിക്കാനും കഴിയുന്ന രീതിയിലേക്ക് മാറുകയും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് വന്നിരിക്കാനും ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഇണങ്ങിച്ചേരാനൊക്കെ കഴിയുന്ന രീതിയിൽ ഒരു ഫാം ടൂറിസത്തിൻ്റെ സാധ്യത കൂടി കണക്കിലാക്കിക്കൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്.
കൃഷി വകുപ്പും അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള KLDCയും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്യണം, നിർമ്മാണോദ്ഘാടനം ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ വരുന്ന 24-ാം തീയതിയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത്. പട്ടാമ്പിയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി കൂടി നടക്കുന്നുണ്ട്. അത് കൂൺഗ്രാമം പദ്ധതിയാണ്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെ ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്നുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ഇത് 2 പരിപാടികളായിട്ട് നടത്തേണ്ടതാണ്. പക്ഷേ സമയക്കുറവ് കൊണ്ടും നമുക്ക് ഇനിയും കൂടുതൽ പരിപാടി, കാരണം വല്ലപ്പുഴ പഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിയും ഈ സമയത്ത് തന്നെ നടക്കുകയാണ്. അപ്പോൾ അതും ഉദ്ഘാടനം ചെയ്യണം, കൂൺഗ്രാമം പദ്ധതിയും ഉദ്ഘാടനം ചെയ്യണം, സെൻട്രൽ ഓർച്ചാഡ്. അപ്പോൾ വല്ലപ്പുഴയിൽ ഒരു പരിപാടി സെപ്പറേറ്റ് ആയിട്ട് നടക്കുകയും പട്ടാമ്പിയിൽ 2 പരിപാടി ക്ലബ് ചെയ്തിട്ടാണെങ്കിലും രണ്ട് ഉദ്ഘാടനങ്ങളായിട്ട് തന്നെ നടത്തുന്ന രീതിയിൽ, ഒരു വേദിയിൽ നടത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ. ലക്ഷ്മിക്കുട്ടി, സ്ഥിരസമിതി അധ്യക്ഷൻ വിജയകുമാർ, മറ്റ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 26 ഏക്കർ സ്ഥലത്താണ് സെൻട്രൽ ഓർച്ചാഡ് സ്ഥിതി ചെയ്യുന്നത്. വിളകളും അവയുടെ കൃഷിരീതിയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും അവരിൽ കാർഷിക അവബോധം സൃഷ്ടിക്കുന്നതിനും അതോടൊപ്പം തന്നെ സർക്കാരിന് കൂടുതൽ വരുമാനമുണ്ടാക്കുവാനും സഹായിക്കുന്ന നൂതന ആശയമായ ഫാം ടൂറിസത്തിനും പദ്ധതി ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. ഇടവേള. ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഒറ്റപ്പാലം ഏരിയ സമ്മേളനം തിരുവാഴിയോട് ദേവപദം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. MLA K. പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അത് മുതലെന്ന നിലയിലുള്ള തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്താൻ സാധിക്കുക. ഇന്ന് കേരളത്തിൽ എങ്ങനെയാണ് നമ്മുടെ നാടിൻ്റെ പൊതുവിലുള്ള വളർച്ചയ്ക്ക് മുന്നേറ്റത്തിന് സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി നല്ല നിലയിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് പൊതുവിൽ നമുക്ക് പറയാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഏരിയ പ്രസിഡന്റ് M. രാജേഷ് അധ്യക്ഷനായി. വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയലക്ഷ്മി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റ് VR. കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി രാജേഷ് S, ജില്ലാ ട്രഷറർ രാജേഷ് V, സംസ്ഥാന സമിതി അംഗങ്ങളായ MV കണ്ണൻ, മുഹമ്മദ് അലി PT, ജില്ലാ ഇൻചാർജ് രമേഷ് V, ഏരിയ ട്രഷറർ മഹേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മണികണ്ഠൻ, അനൂപ്, സജീവ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. പുതിയ ഭാരവാഹികളായി മണികണ്ഠൻ MVA പ്രസിഡന്റായും, M. സനോജിനെ സെക്രട്ടറിയായും, K. മിഥുനെ ട്രഷററായും, AK പ്രബല, TP സജീവ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, SN ശ്രീജിത്ത്, K. സുജിത്ത് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. SFA അംഗീകാരമുള്ള കരിങ്കല്ലത്താണി ഐഡിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കരിങ്കല്ലത്താണി ഫാത്തിമ മെമ്മോറിയൽ ഹൈസ്കൂൾ മൈതാനിയിൽ ആരംഭിക്കുന്ന പൊന്നേത്ത് ഹസൻ മെമ്മോറിയൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം താഴേക്കോട് വെച്ച് കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. SFA സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സോഫിയ, വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പോ പിലാക്കൽ, SFA ജില്ലാ പ്രസിഡന്റ് ഫിറോസ് ബാബു, ജില്ലാ സെക്രട്ടറി ഫിറോസ് കഞ്ഞിച്ചാലിൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PP സലാം, ഐഡിയൽ ക്ലബ്ബ് ഭാരവാഹികളായ പൊന്നേത്ത് ഉമ്മർ, നജീബ് പൊന്നേത്ത്, അബ്ദു പിലാക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. അമ്മിനിക്കാട് ആലിയ ഇംഗ്ലീഷ് സ്കൂളിൽ നടക്കുന്ന പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KT കുഞ്ഞുമൊയ്തു മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രബിന ഹബീബ്, വാർഡംഗം റഹ്മത്ത് ലത്തീഫ്, സ്കൂൾ PTA പ്രസിഡന്റ് അബ്ദുറസാഖ് നാലകത്ത്, പ്രിയ, VPK ജാഫർ, സ്കൂൾ പ്രിൻസിപ്പൽ യൂസഫ്, കൺവീനർ അബൂബക്കർ സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു. മലപ്പുറത്ത് നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ 12 പരാതികൾ തീർപ്പാക്കി. വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ അദാലത്തിൽ 45 പരാതികൾ പരിഗണിച്ചു. 8 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി. 25 പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും. ലഭിച്ച പരാതികളിൽ കൂടുതലും ജോലിയിൽ വേതനം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടവയാണെന്ന് കമ്മീഷൻ അംഗം പറഞ്ഞു. അഡ്വക്കേറ്റ് ഷീന തിരുവാലി, കൗൺസിലർ ഷെറിൻ, വനിതാ സെൽ പോലീസ് ഉദ്യോഗസ്ഥർ, വനിതാ കമ്മീഷൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഒക്ടോബർ 18 നടന്ന തങ്കഗോളക സമർപ്പണവുമായി ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിൽ എരവത്ര ദേശപ്രതിനിധികൾ പങ്കെടുത്തിട്ടില്ലെന്ന് ദേശപ്രതിനിധികൾ അറിയിച്ചു. ദേശപ്രതിനിധികൾ പങ്കെടുത്തു എന്ന രീതിയിൽ ചില മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഈ നടപടിയിൽ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് മുൻപാകെ പ്രതിഷേധം അറിയിച്ചതായും ക്ഷേത്രത്തിലേക്ക് നൽകിയ ദേശപ്രതിനിധികളെ പിൻവലിച്ചതായും എരവത്ര ദേശം ഭാരവാഹികൾ അറിയിച്ചു. 18/10/2025 ക്ഷേത്രത്തിൽ നടന്ന തങ്കഗോളക സമർപ്പണവും സ്വർണവും മറ്റു അനുബന്ധ സാധന സാമഗ്രികളും സമർപ്പിക്കുന്ന ചടങ്ങ് നടന്നതായി നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിയാൻ സാധിച്ചു. പ്രസ്തുത പരിപാടിയിലെ ദേശപ്രതിനിധികൾ പങ്കെടുത്തു എന്ന വാർത്ത സോഷ്യൽ മീഡിയ വഴി അറിയാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ദേശപ്രതിനിധികൾ ഈ സംഭവം അറിഞ്ഞിട്ടില്ല. ഈ ചടങ്ങ് അറിയിക്കാത്ത ദേവസ്വം ബോർഡിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്നു മുതൽ ക്ഷേത്രത്തിലേക്ക് അയച്ച 2 പ്രതിനിധികളെ എരവത്ര ദേശം പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കടത്തിയ സംഭവം ഹൈക്കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. PM ശ്രീ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വഴങ്ങരുതെന്നും VD സതീശൻ. തദ്ദേശ തിരഞ്ഞെടുപ്പ് മണ്ണാർക്കാട് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട NCP രംഗത്ത്. കാരാകൃഷി, കാഞ്ഞിരപ്പുഴ, തെങ്കര പഞ്ചായത്തുകളിൽ കൂടുതൽ സീറ്റ് വേണമെന്നാണ് ആവശ്യം. മണ്ണാർക്കാട് നഗരസഭയിൽ ജയിക്കുന്ന സീറ്റ് കിട്ടണമെന്നും NCP. മണ്ണാർക്കാട് നഗരസഭ മുൻ കൗൺസിലർ ഷാഹിനയുടെ വോട്ട് CPM ലോക്കൽ സെക്രട്ടറിയും കൗൺസിലറുമായ K മൻസൂർ ഇടപെട്ട് വെട്ടിയെന്ന ആരോപണം. വനിതാ വാർഡിൽ മത്സരിക്കുമെന്ന ഭയം കൊണ്ടാണ് വോട്ട് വെട്ടിയതെന്ന് ഷാഹിനയും ലീഗ് നേതാക്കളും. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ UDF സീറ്റ് വിഭജനത്തിൽ ധാരണയായി. 18 വാർഡുകളുള്ള പഞ്ചായത്തിൽ 10 വാർഡുകളിൽ ലീഗും 6 വാർഡുകളിൽ കോൺഗ്രസും 2 വാർഡുകളിൽ സ്വതന്ത്രരും മത്സരിക്കും. ഇത്തവണ ഭരണം തിരിച്ചുപിടിക്കുമെന്നും നേതാക്കൾ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പിയിൽ തുടക്കമായി. ആദ്യ ദിനത്തിൽ ഗണിത സാമൂഹ്യ ശാസ്ത്രമേളയും IT മേളയും നടന്നു. കരിമ്പുഴ കോട്ടപ്പുറത്ത് ജനൌഷധി സ്റ്റോറിൽ മോഷണം. ബാങ്കിൽ അടയ്ക്കുന്നതിനായി കരുതിവെച്ച കളക്ഷൻ 20,000 രൂപ നഷ്ടപ്പെട്ടതായി ഉടമ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.